Hi Hi friends. friends, welcome to yet another episode of TikTok the podcast. This is me Hisan and this is my co-host. Arshak. കുറേ ആൾക്കാർ സജഷനായിട്ട് പറയുന്നുണ്ട് ലെങ്ത്തിൻ്റെ കാര്യം. കാരണം നമ്മൾ ഓൾറെഡി ലാസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞു ലെങ്ത്ത് എന്തായാലും. കാരണം പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വിഷയത്തിനെ പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ രണ്ടാൾക്കാരെ കോൺവെർസേഷൻസ് ആകുമ്പോൾ ഒരിക്കലും അത് 10 മിനിറ്റിൽ 15 മിനിറ്റിൽ ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ലിമിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ അതിനകത്തൊന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ലിമിറ്റ് ചെയ്യേണ്ടെന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് നമ്മളെ ഡിസിഷനിൽ തന്നെയാണ് നമ്മൾ രണ്ടാൾക്കാരുള്ളത്. പക്ഷെ ആൾക്കാർക്ക് കാണാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ നമുക്കും എനിക്ക് തോന്നുന്നു എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അങ്ങനെ ഒരു പാർട്ടായിട്ട് ഇടുമ്പോൾ. ചിലപ്പോൾ 2-3 പാർട്ടായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഫ്റ്റർ ദ വീഡിയോ നമുക്ക് മനസ്സിലാവും എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ മുതൽ എല്ലാ വീഡിയോസും കുറച്ചും കൂടെ ഷോർട്ടർ വേർഷൻസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ ടോപ്പിക്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ടോപ്പിക്സ് ഹെഡിങ്സ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ലെങ്തിയർ വേർഷൻ ഞാൻ അതല്ല എല്ലാവർക്കും ഇത് ലെങ്തി ആയിട്ട് തന്നെ കേൾക്കണം എന്നുണ്ട് ആൾക്കാർക്ക് സ്പോട്ടിഫൈ ഓപ്റ്റ് ചെയ്യുക. സ്പോട്ടിഫൈയിൽ സിംഗിൾ എപ്പിസോഡായിട്ട് തന്നെ ഫുള്ളി ലെങ്ത്തിൽ അതിൽ വീഡിയോ ഉണ്ടാവും. സ്പോട്ടിഫൈ മറ്റേ നോർമൽ ഓഡിയോ ഉണ്ടാവും. വീഡിയോ സെലക്ട് ചെയ്യണമെങ്കിൽ വീഡിയോ ആയിട്ട് കാണാൻ കിട്ടും. അപ്പോൾ പോഡ്കാസ്റ്റ് രീതിയിൽ കാണണം എന്നുള്ള ആൾക്കാർക്ക് സ്പോട്ടിഫൈ ഒരു ഓപ്ഷനാണ്. എല്ലാം ഇനിയിപ്പോൾ അങ്ങനെ ഷോർട്ടർ വേർഷൻസ് കാണണം എന്നുള്ളവർക്ക് യൂട്യൂബിലും കാണാം. ഇനിയിപ്പോൾ അതല്ല, യൂട്യൂബിൽ തന്നെ ഫുള്ളും കാണുക. നിങ്ങൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ട് മീൻസ് പാട്ടായിട്ട് വരുന്നിടത്ത് എല്ലാ പാട്ടും കണ്ടു കഴിഞ്ഞാൽ അതൊരു കംപ്ലീഷൻ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത്ര ഇങ്ങനെ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വേറെ നിവൃത്തിയില്ലാത്തൊരു സിറ്റുവേഷൻ എത്തിയോണ്ട് നമ്മൾ ഇങ്ങനെ ഒരു പുതിയതായിട്ടൊരു പ്ലാൻ ചെയ്യുന്നത്. അത് എത്രത്തോളം എന്താവും എന്നുള്ളതൊക്കെ നമുക്ക് ഒന്നാമത് അങ്ങനെ പോഡ്കാസ്റ്റ് ഇവിടെ അങ്ങനെ ഒരു ഇതായിട്ടില്ല. അതെ, ആൾക്കാരിലേക്ക് അധികം എത്തിയിട്ടില്ല. പോഡ്കാസ്റ്റിന്റെ യൂഷ്വലി ഉണ്ടാവില്ല. പുറത്തത്തെ പോഡ്കാസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ മതി 2 മണിക്കൂർ 2.5 മണിക്കൂറിന്റെ പോഡ്കാസ്റ്റ് ഒക്കെയാണ് അധികം ഉണ്ടാവുക. അത് അത്രയും ഇൻഡെപ്ത് ടോപ്പിക് ആയിരിക്കും. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇപ്പോൾ എനിക്ക് തോന്നണേ ബാക്കിയുള്ള പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം കുറച്ചൊക്കെ ഇപ്പോൾ കുറേ ആളുകൾ ഇപ്പോൾ ഈഗിളൊക്കെ ആണെങ്കിൽ ഓൾറെഡി കുറേ ബേസിലുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ബിഗ് സെറ്റപ്പിലാണ് ചെയ്യുക. അതിനുണ്ട് തന്നെ എനിക്ക് തോന്നുന്ന ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി. നമ്മൾ രണ്ടാളും പുതിയൊരു ഫേസ് ആണ്. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ കേട്ടിരിക്കുമ്പോൾ കുറച്ച് ബോറൊക്കെ അടിക്കാം. അതുകൊണ്ടാവാം. അപ്പോൾ ഇന്ന് അങ്ങനെ ബോറടിക്കൂലെന്ന് വിചാരിക്കുന്നത്. കാരണം ഇന്ന് കുറച്ച് എല്ലാവരും ട്രെൻഡിങ്, എല്ലാവർക്കും പൊതുവേ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കും. പാട്ടായാലും ഇപ്പൊ AI കാലാണല്ലോ. അപ്പോ AI ആണ് ഇപ്പത്തെ ട്രെൻഡ്. AI ആണ് ട്രെൻഡ്. AI ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കി നമുക്കിപ്പോ ഇത് ഈ ഇരുത്തം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരിക്കുക അല്ലെങ്കിൽ ബീച്ചിൽ ഇരിക്കുന്ന പോലെ ഒക്കെ ചെയ്യാൻ പറ്റും. അത്രയും ഗ്രോ ചെയ്ത് AI എന്ന് പറയുന്നത് ജസ്റ്റ് 1 ക്ലിക്കിൽ ഒരു പ്രോപ്പർ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർ പ്രോംപ്റ്റും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഗൂഗിൾ ഇപ്പോൾ ഒരു പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പുതിയൊരു AI ബോട്ട് നാനോ ബനാന എന്ന് പറഞ്ഞിട്ട് ജെമിനി 2.5 ആണ്. അപ്പൊ എനിക്ക് തോന്നുന്ന പേര് ഒരു നാനോ ബനാന ഇട്ട് കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം ജെമിനി ഇപ്പൊ ChatGPT ഓൾറെഡി കോമൺ നെയിം ആയി കഴിഞ്ഞു. അപ്പൊ അതുപോലെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി നാനോ ബനാന എന്നുള്ള ഒരു കോമൺ നെയിം എടുത്തതായിരിക്കും. ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ഇപ്പൊ എന്തായാലും ഫസ്റ്റ് ഒരു സാധനത്തെ പറ്റി പറയുമ്പോൾ അതിന്റെ പേരെങ്ങനെ വന്നു രസമുള്ള കാര്യമായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് അപ്പോൾ ഇവരെ എങ്ങനെ കണക്ട് വെച്ചാൽ ഒന്നാമതൊരു നാനോ ടെക്നോളജി അല്ല, പക്ഷെ AI എന്ന് പറഞ്ഞ ടെക്നോളജിനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നീ പറഞ്ഞ പോലെ പ്രോംപ്റ്റ് യൂസ് ചെയ്യണ പോലും നമുക്ക് അതിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ സ്വന്തമായിട്ട് AI കൊണ്ട് തന്നെ കൊടുപ്പിക്കാൻ പറ്റും എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നാനോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ നാനോ ടെക്നോളജി, പക്ഷെ ഒരു എളുപ്പം എന്നുള്ള രീതിയിൽ പേരില് മാത്രം നാനോ. അതെ. പിന്നെ ഈ ബനാനന്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ബനാനന്റെ ഉള്ളിൽ ഭയങ്കര കുറെ നല്ല ഗുണങ്ങളുണ്ട്. ഇപ്പൊ ഇവർ പറയണത് വെച്ചാൽ അത്രയും ബനാനന്റെ പീല് ഉരിക്കുന്ന അത്രയും എളുപ്പമാണ്, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആളുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ കണ്ടന്റ് ആണ്. നല്ലൊരു ഐഡിയ, നല്ലൊരു തീം. ഞാനത് നോക്കി. അപ്പോൾ പൊതുവെ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പോൾ AI എന്ന് പറയുമ്പോൾ ChatGPT ആണ് എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ചൈന വരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വേറെ AI ബോട്ട്. പക്ഷേ സ്റ്റിൽ ആൾക്കാർക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ChatGPT ആണ്. എല്ലാവരും മൊബൈലിലും ഈവൻ സിസ്റ്റത്തിലായാലും എല്ലാത്തിലും ഇപ്പോൾ ChatGPT ആണ് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ChatGPTയിൽ പിന്നെ ഇമേജസ് ഒക്കെ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ പ്രോപ്പറായിട്ട് വരില്ല. അതായത് ഇപ്പോൾ ഒരു ഇമേജ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്താൽ അത് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിനൊരു സജഷൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബീച്ചിൽ നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ബീച്ചിലൊരു സീറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ
നെക്സ്റ്റ് ഇമേജിൽ സീറ്റ് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും എൻ്റെ പൊസിഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഫിഗറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരും. ChatGPTക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഹ്യൂമൻസിനൊക്കെ ജനറേറ്റ് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ്, അതായത് ബോഡി പാർട്സ് ആയാലും ഈവൻ നെയിൽസ്, ഫിംഗർ നെയിൽസ് ആണെങ്കിൽ വരെ അത്രയും ആക്യുറേറ്റ് ആണ് ഇപ്പോൾ നാനോ ബനാന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇമേജ് ജനറേഷനാണ് നാനോ ബനാന എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമേജ് ജനറേഷൻ മാത്രമാണ്, അല്ലാതെ ChatGPT പോലൊരു ബോട്ടല്ല, AI ബോട്ടല്ല. അതിന് ഗൂഗിളിൻ്റെ ജെമിനി വേറെ തന്നെ ഉണ്ട്. അതല്ലാതെ പറയുന്നത് ഈ നാനോ ബനാന എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പക്ക ഇമേജിന് മാത്രം, അതായത് ഇമേജ് ജനറേഷൻ ഇങ്ങനത്തെ ഒരു മാനിപ്പുലേഷൻസിന് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടോ ChatGPTയും നാനോ ബനാന ഒന്നാണോ എന്നുള്ളത്? രണ്ടിൻ്റെ പേർപ്പസ് എന്തായാലും ഡിഫറെൻ്റ് ആണ്. ChatGPTയിൽ രണ്ടും ചെയ്യാൻ പറ്റും, പക്ഷേ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഹാർഡ് ആയിരിക്കും. നാനോ ബനാനയിലെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ജെമിനി എടുക്കുന്ന സമയത്ത് ജെമിനിയിൽ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ നാനോ ബനാന. അതേപോലെ ഇപ്പോൾ നമ്മൾ ജെമിനിയിൽ എടുത്ത് ജെമിനി നമുക്ക് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന മൊബൈലിലല്ല, നമ്മൾ സിസ്റ്റത്തിൽ ഡെസ്ക്ടോപ്പിലേക്ക് വരുന്ന സമയത്ത് ജെംസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ജെംസിൽ നമുക്ക് സ്വന്തമായിട്ട് എനിക്ക് എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു AI ഇറക്കാം. ഉദാഹരണമാണെങ്കിൽ ഇപ്പോൾ നമുക്ക് യൂട്യൂബ്സിന് നെയിം വേണം. ആ യൂട്യൂബ് നെയിം വേണമെങ്കിൽ നമ്മൾ അതിനൊരു പേര് കൊടുക്കാം, യൂട്യൂബ് നെയിം ജനറേറ്റർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ഓരോരോ സബ്ജക്റ്റ്, ഇപ്പോൾ എന്ത് സബ്ജക്റ്റാണ് ഉദ്ദേശിക്കുന്നത്, ടു ഗീവ് നെയിം ഫോർ യൂട്യൂബ്, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, ഇത് എന്തൊക്കെ ഉദ്ദേശിച്ചാണോ, ഇറ്റ് ഷുഡ് ബി നാച്ചുറൽ, ഇങ്ങനത്തെ നമുക്ക് എന്തൊക്കെ ചെറിയ ടോപ്പിക്സ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇമേജ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്താക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എത്ര പ്രോംപ്റ്റ് അടിച്ച് കഴിഞ്ഞാലും നമ്മളെ പെർഫെക്റ്റ് ആയിട്ട് പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിൽ ഓരോ എന്താക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്ര അടിച്ച സാധനം വെച്ചിട്ട് AI വെച്ചിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും, പ്രോംപ്റ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാനോ ബനാന പോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു നാനോ ബനാന പോലെ യൂട്യൂബ് ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നീ എൻ്റെ ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് നോർമൽ ചാറ്റ് ചെയ്യണമെങ്കിൽ ചാറ്റ് ചെയ്യാം. അത് കൂടാതെ ഇനിയിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറയാം, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എവിടെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് കുറച്ചും കൂടെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ നമ്മളാണെങ്കിലും ഇപ്പോൾ ഐഡിയ അല്ലെങ്കിൽ ഒരു പേര് സെലക്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയാം എപ്പോഴും നമുക്ക് ഒരു ക്യാച്ച് ആയിട്ടുള്ള നെയിം അല്ലെങ്കിൽ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഈ ജെമിനി എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ AI പൊതുവെ നമുക്കറിയാം ഡാറ്റ ഒരു ലാർജ് ഡാറ്റയിൽ നിന്നാണ് അവർ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള നെയിംസ് അല്ലെങ്കിൽ എങ്ങനെ ഏത് വീഡിയോസിനാണ് കൂടുതൽ റീച്ച് കിട്ടിയിട്ടുള്ളത് അങ്ങനെ വെച്ചിട്ടാണ് ഒരു നെയിം സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളെപ്പോഴും പറയും ആൽഗോറിതം ഈ ആൽഗോറിതം കറക്റ്റായാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഞാനും ആദ്യം നാനോ ബനാനെ പറ്റി മാത്രം നോക്കിയത്, പക്ഷെ നാനോ ബനാനൊക്കെ ഞാൻ ആലോചിച്ച് വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ജെമിനി ഇസ് ദി മെയിൻ തിങ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് ശരിക്കും നാനോ ബനാന. നമ്മളത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അത് ഒന്നാമത് അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ ഒരു ട്രെൻഡ്, ഒന്നാമത് നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇതുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ ട്രെൻഡ് ഫോളോ ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സൂപ്പർ കാർ ഉണ്ട്, ഞാൻ വലിയൊരു മാൻഷനിലാണ് താമസിക്കുന്നത്, എനിക്ക് പിന്നെ അത് ChatGPT വഴിയോ അല്ലെങ്കിൽ നാനോ ബനാന വഴി ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റിയാലിറ്റിയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇവരൊരു ഫാൻറ്റസി വേൾഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അതുകൊണ്ടാണ് ഈ ട്രെൻഡിങ്ങിൽ ഇവിടെ വീഴുന്നതും ഈ കാര്യം. അതായത് ജെമിനിനെക്കാളും കൂടുതൽ ട്രെൻഡ് നാനോ ബനാന ആവാനുള്ള റീസണും ഇത് തന്നെയാണ്. ആൾക്കാർ കൂടുതൽ ഫോളോ ചെയ്യുന്ന ട്രെൻഡ് സോഷ്യൽ മീഡിയ ആണല്ലോ ഇപ്പോഴത്തെ മെയിൻ. അതായത് ചില ആൾക്കാർ ട്രാവൽ ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണ്. ട്രാവൽ ചെയ്യുന്നത് ഓക്കെ, അതൊക്കെ എല്ലാവരും പേഴ്സണൽ ചോയ്സ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണല്ലോ. അതെ, എല്ലാവരും ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ഞാൻ പറയാം, ഞാൻ കോളേജിലുള്ള സമയത്തൊക്കെ നമ്മളെ ക്ലാസ്സിൽ കുട്ടികളായിട്ട് പോകുമ്പോൾ അവർ ഫുഡ് കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ എനിക്കത് ഞാനങ്ങനെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ ഫോട്ടോ ഫ്രീക്ക് അല്ല. ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് ഫുഡിന്റെ മറ്റേ ബാക്കിയൊക്കെ പിന്നെ ഞാൻ കുറച്ചൊക്കെ ഇപ്പൊ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ ഫുഡ് വരാ കഴിക്കുക അതിപ്പോ ആൾക്കാര് ഫോട്ടോ എടുക്കണത് തെറ്റാണല്ലോ പറയുന്നത്. എല്ലാരും പേഴ്സണൽ ചോയ്സസ്, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്നുള്ളത് നമ്മൾ ഒരുമിച്ച് പോകുമ്പോൾ എന്നിട്ട് കൈ അത് ഇവരത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാണെങ്കിൽ പ്രശ്നമില്ല. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ഫോട്ടോ എടുക്കുന്ന ആൾക്കാർ. അപ്പൊ അവർക്കൊരു ആ പെർസ്പെക്റ്റീവ് അവർ ഉദ്ദേശിച്ച ഫോട്ടോ കിട്ടിയാലേ അവർ ഹാപ്പി ആവുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഫുഡ് കണ്ടിട്ട് നമുക്ക് കുറച്ചു നേരം നിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും ചെയ്തു നോക്കിയോ നാനോ ബനാനയില്? പൊതുവേ ഞാൻ അങ്ങനെ ട്രെൻഡൊന്നും ഞാൻ ഒരു ഇപ്പൊ ഇതിന്റെ മുന്നേ ട്രെൻഡ് ആയത് ഗിബ്ലി ആർട്ട് എന്ന് പറഞ്ഞിട്ട് അതിനെതിരെ അതിന്റെ ഫൗണ്ടറൊക്കെ വന്നിരുന്നു. അതായത് അയാൾ അത്രയും ഹാസ് എടുത്തിട്ട് ചെയ്യുന്ന അതായത് ഒരു സെക്കൻഡ് ഓഫ് ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ അത്രയും ഹാസാണ് സ്പെൻഡ് ചെയ്തത്. അതിപ്പോൾ ഗിബ്ലി ആർട്ട് എന്ന് പറഞ്ഞിട്ട് ChatGPTയിൽ വെറുതെ കൊടുത്താൽ നമ്മൾ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ ഒരു
അയാൾക്കുണ്ടായ, അതായത് ആസ് എ ക്രിയേറ്റർ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമത്തിനെ പറ്റിയിട്ടൊക്കെ അയാളെ കൺസെന്റ് ഇല്ലാതെ അതെ. പക്ഷെ അത് നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല. പുതിയ ടെക്നോളജിയാണ്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് മൂവ് ചെയ്യാന്നുള്ളത് ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പൊതുവെ അങ്ങനെ ട്രെൻഡുകൾ ഈ നാനോ ബനാന ഇനി അഥവാ ഞാൻ ചെയ്താൽ തന്നെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഈ ട്രെൻഡുകൾ, ഈ വക ട്രെൻഡുകൾ ഒന്നും പോസ്റ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയ ട്രെൻഡ് വന്നപ്പോഴൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ മുന്നേ ഗിബ്ലി ആർട്ട് വന്നപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പല ആൾക്കാർ റീൽസ് ഒക്കെ ഇടാറുണ്ട്. അതായത് അവർ ChatGPT വഴി ചെയ്തതോ അല്ലെങ്കിൽ നാനോ ബനാന വഴി ചെയ്തതോ എന്നിട്ട് അതിൻ്റെ പ്രോംപ്റ്റും താഴെ കൊടുക്കും. അപ്പോൾ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചെയ്ത് നോക്കലുണ്ട്, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ. ഞാനും ഇതേപോലെ ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഫോട്ടോ തന്നെ പറഞ്ഞ സാധനം ഭയങ്കര ഓവറായിട്ട് ഇടാത്ത ഒരാളാണ്. പെരുന്നാക്കൊരു ഫോട്ടോ 2 ഫോട്ടോ ആണ്. പക്ഷെ ഇത് ഞാനെന്താ വെച്ചാൽ നമ്മളെല്ലാവരും ആഗ്രഹമാണ്. ഞാനെന്താക്കി ബാർസലോണയിൽ പറഞ്ഞിട്ട് സാധനം അടിച്ചു നോക്കി. പക്ഷെ ഞാൻ പറയാം ഭയങ്കര നല്ല രസമുണ്ട്, ഭയങ്കര റിയലിസ്റ്റ്. നാനോ ബനാനയും ChatGPT നല്ല ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. അതെ, നല്ല വ്യത്യാസമാണ്. അത്രയും പക്ഷെ ഞാൻ നമുക്ക് ജീവിതത്തിൽ കഴിയാൻ കഴിയാത്ത ബാർസലോണ. അതാ ഞാൻ പറയുന്നത്, നമുക്ക് റിയാലിറ്റി, അതായത് നമ്മള് ഫാന്റസിയിൽ വേൾഡിൽ ചെയ്യാൻ കാര്യം ഭയങ്കര എന്ന് വെച്ചാൽ നല്ല രസമുണ്ട്. ഞാൻ കാരണം ഇതിന് മുന്നേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പൊതുവെ ടെക്നോളജിക്കലി എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ ഇതേപോലെ തന്നെ വേറെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇതേപോലെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കണം. ഇത് എപ്പോഴും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മുടെ ഫേസ് ആയിട്ട് തീരെ ഒരു മാച്ചിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് വെച്ച പോലെ മേത്തൊരു എന്തെങ്കിലും വെച്ചെന്ന പോലെ ഉണ്ടാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നീ പറഞ്ഞ പോലെ ബെഞ്ചിന്റെ മുകളിൽ ഇരിക്കാൻ പറയുമ്പോൾ ഒന്ന് വേറെ ഇങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് പെർഫെക്റ്റ് ആയിട്ട് ഇനിയിപ്പോൾ ആ പേജ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇനി കുറച്ചെന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സെലിബ്രേഷൻ വേറെ എന്തെങ്കിലും റൊണാൾഡോയുടെ സെലിബ്രേഷൻ, അപ്പോൾ ആ സെയിം സാധനം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ. പക്ഷെ സംഗതി കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ആ ഒരു നമ്മളെ സ്വന്തം ആർട്ട് ഉണ്ടാക്കണ എന്തോ എല്ലാവരും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ സ്വന്തമായിട്ട് അതാണ് ഇപ്പൊ, അതിലൂടെയാണ് ഈ ട്രെൻഡ് ഇപ്പൊ വന്നത്. രണ്ടാമത് ഈ നാനോ ബനാന ട്രെൻഡ് ആയത് ഒരു മിനിയേച്ചർ 3D പോലത്തെ എല്ലാവരും സിസ്റ്റത്തിന്റെ മുന്നിൽ, അതാണ് അതിലൂടെ ട്രെൻഡ് വന്നത്. പക്ഷെ ഇപ്പൊ മറ്റേ പോളറോയിഡ് ഫോട്ടോ ഇല്ലേ, പോളറോയിഡ് തന്നെയല്ല അതിന് പറയാം, ഇൻസ്റ്റന്റ് ഫോട്ടോ. അതിലിപ്പോ ചില ആൾക്കാർ, അതായത് എന്റെ തന്നെ ചെറുപ്പകാലം വെച്ചിട്ട് ഞാൻ എന്റെ കുട്ടീനെ, അതായത് എന്റെ ചെറുപ്പത്തിലുള്ള എന്റെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഫോട്ടോസ്, സെലിബ്രിറ്റീസിന്റെ കൂടെ ഫോട്ടോസ്, കുറെ സെലിബ്രിറ്റീസ് വരെ അത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ ചെറുപ്പകാലം, ഇപ്പൊ ഫാദർ മരിച്ചുപോയി, മദർ മരിച്ചുപോയി, അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ കാര്യങ്ങൾ സ്റ്റാറ്റസിൽ പോലും നീ പറഞ്ഞപ്പോ കുറെ ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ഫാമിലി, കാരണം ഫാദറും മദറും ഇല്ലാത്തവർ അവരെ പഴയ ഫോട്ടോ വെച്ചിട്ട് അവരെ ഫാമിലി ഫോട്ടോ. അപ്പൊ ഞാൻ ഇതൊന്നും നമുക്ക് ഒരിക്കലും ഇനി അപ്പോ ആ ഒരു ഇമോഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി പറഞ്ഞ എഐക്ക്. പക്ഷെ അതുകൊണ്ട് തന്നെ കുറെ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് ഓൾറെഡി. ഞാൻ കണ്ടിട്ടുണ്ട് ഐപാഡിലൊക്കെ ഈ ചിത്രം വരച്ചിട്ട് ഇപ്പൊ മരിച്ചുപോയ അച്ഛനെ ഒന്ന് ഫോട്ടോയിൽ വരുത്തിച്ചേരോ എന്നൊക്കെ ചോദിച്ചിട്ട്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു എന്താ പറയാ, അടിയെന്ന് പറയാൻ പറ്റില്ല, എന്താ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കൂല, അവർ നെക്സ്റ്റ് വേ തപ്പിപ്പോകും. അല്ല, ഇപ്പൊ എന്തായാലും ഞാൻ പറയാം, ഒരാള് കൈകൊണ്ട് വരയ്ക്കുന്ന സാധനത്തിൽ ഒരിക്കലും ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ പണ്ട് കാലഘട്ടത്തിലെ കുറെ ആർട്ടിസ്റ്റിക് ഇതുങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെക്കാണ്ട് നല്ല ഭംഗിയുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ട്. പക്ഷെ അതിനെന്തുകൊണ്ടാണ് ആ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആർട്ടിസ്റ്റ് വന്ന ഒരു വേ ഉണ്ട്, ആ വേ ഉണ്ടാവും ആ ഒരു പിക്ചറിൽ, അല്ലെങ്കിൽ അതിനൊരു സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ഈ സ്റ്റോറിക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് പറയുമ്പോൾ ഞാൻ ഈ അടുത്ത് കണ്ട ഒരു റീൽസിൻ്റെ ഒരു സാധനം, റീൽസാണോ യൂട്യൂബിലേതോ വീഡിയോ അല്ല, ഈ അടുത്തൊരു 50 മില്യൺ, അത്ര വലിയൊരു $1 മില്യൺ ഒരു ആർട്ട് വിറ്റ്. ആർട്ട് എന്താണെന്ന് അറിയാം, ബനാന അല്ല, അതൊക്കെ ഇൻവിസിബിൾ ആർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരൻ വന്നിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കിയിട്ട് വെച്ച് ആർട്ട് ഒന്നുമില്ല, ബേസിക്കലി ആർട്ട് പറഞ്ഞാൽ ഒന്നുമില്ല. ആ ആർട്ടാണ് അത്രയും കോടി രൂപക്ക് വിറ്റത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വിൽക്കാൻ കാരണം, ഒന്ന് ആ ആർട്ടിസ്റ്റിന് ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു ആർട്ടിന്. അപ്പോൾ ആളുകൾ എപ്പോഴും ഞാൻ പറയാം, ഒന്നാമത് പൈസ ഉള്ള ആളുകൾക്ക് മാറി ചിന്തിക്കണം. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഇങ്ങനെ ഒരു ആർട്ട് വാങ്ങി എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി ഇയാളെ പൊട്ടനാന്നുള്ള രീതിയിലെങ്കിലും ആളുകൾ ആലോചിക്കും. ഒരു ടൈപ്പ് ഓഫ് എന്താ പറയുക, ആളുകളിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് അതൊന്ന്. പിന്നെ രണ്ടാമത്തെ, ഈ ഒരു ആർട്ടിസ്റ്റിന് അതിനെപ്പറ്റി ഒരു സ്റ്റോറി വേണം. അപ്പോൾ ഞാൻ പറയാം, എയ്ക്കൊരു സ്റ്റോറി ഇല്ല. ഞാൻ പറയാം, ഉണ്ടാകുന്നൊരു സ്റ്റോറി ഉണ്ടാവും, പക്ഷേ ഈ ഒരു ആർട്ടിന് എന്തുണ്ടാവില്ല, ആ ഒരു പാത്രം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ആർട്ടിനെ സ്നേഹിക്കാൻ എപ്പോഴും എനിക്ക് തോന്നണേ, ഇപ്പോഴാണെങ്കിലും ഇതിൽ ഉണ്ടാക്കുന്നതിന് പകരം ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നതിൽ ഫ്ലോസ് ഉണ്ടാവും. എപ്പോഴും ആ മനുഷ്യന്റെ അതിൽ ആ ഫ്ലോസിനാണ് ഭംഗി. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആൾക്കാർ എന്തായാലും എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റിൻ്റെ അടുത്തൊക്കെ തന്നെ പിന്നെ പോകും. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് സിമ്പിൾ. ഇപ്പൊ ഇന്ന് എനിക്ക് ഇപ്പൊ ഇവിടെ നിന്നിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത് അങ്ങനെ ആഘോഷിക്കണം, അല്ലെങ്കിൽ പൈസ കൊടുത്ത ആർട്ട് വാങ്ങണ്ട, പൈസ ഇതിനൊന്നും എനിക്ക് ചെലവാക്കാൻ കഴിയില്ല എന്നുള്ളവർക്ക് എന്തായി
ഒരു കൺവീനിയന്റ് ആയി. മിലി എന്ന് പറഞ്ഞൊരു ഫിലിം ഉണ്ട്, മലയാളം മൂവിയാ. അതിനകത്ത് അമല പോളാണ് മെയിൻ നടി. പക്ഷെ അതിനകത്ത് നിവിൻ പോളി ഉണ്ട്. നിവിൻ പോളി ഇതേപോലെ ഒരു സ്റ്റോറി പറയാണ്. അതായത് പിക്കാസോനോട് ഒരാൾ ഒരു ചിത്രം വരച്ചു തരാൻ പറയുമ്പോൾ പിക്കാസോ വിത്തിൻ 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു ചിത്രം വരച്ചു വെച്ചിട്ട് എത്രയെന്ന് ചോദിക്കുമ്പോൾ പിക്കാസോ പറയും $1,000 ഓൺലി എന്ന് പറയും. അപ്പോൾ വെറും 1 മിനിറ്റ് കൊണ്ട് വരച്ച ഒരു പിക്ചറിന് എന്തുകൊണ്ടാണ് $1,000 എന്ന് ചോദിക്കും പിക്കാസോനോട്. അപ്പോൾ പിക്കാസോ പറയും ഞാനിത് വരച്ചത് 1 മിനിറ്റ് കൊണ്ടിരിക്കും, പക്ഷേ ഞാൻ എത്രയോ വർഷങ്ങളെ ഒരു പ്രയത്നം കൊണ്ടാണ് ഈ കല പഠിച്ചെടുത്തതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൾക്കാർ ഹ്യൂമൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രയും അതായത് ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു ടൈം ഉണ്ട്. ചിലപ്പോൾ അയാൾ അത് ക്വിക്കായിട്ട് ചെയ്യായിരിക്കും, പക്ഷെ ആ ഒരു ടാലൻറ്റിലൊക്കെ അയാൾ എത്താനെടുത്ത ഒരു പീരീഡ് ഉണ്ട്. അയാളെ ബാക്കിലൊരു സ്റ്റോറി ഉണ്ട്, ആ സ്റ്റോറിക്കാണ് ആക്ച്വലി പ്രൈസ്. അപ്പോൾ അതിൻ്റെ വേർത്താണ് ആ ഒരു ആർട്ടിൻ്റെ വേർത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരിക്കലും ഇങ്ങനെ ChatGPT വഴിയോ നാനോ ബനാനോ വഴിയോ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കിട്ടൂല. എന്ന് വെച്ചിട്ട് ഇതുകൊണ്ട് ഗുണങ്ങളും ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പറഞ്ഞില്ല, ഇതൊരു ന്യൂ റിയാലിറ്റിയാണ്. അപ്പോൾ ആൾക്കാർ എപ്പോഴും പറയുന്നതാണ് ഈ AI വന്ന് നാശത്തിലേക്കാണ് പോകുന്നത്. അതൊന്നല്ല, ഇതൊരു ന്യൂ കമ്പ്യൂട്ടർ വന്നപ്പോൾ പല ആൾക്കാരും പറഞ്ഞില്ലേ കമ്പ്യൂട്ടർ കുറെ ആൾക്കാരെ പണി പോവും, കമ്പ്യൂട്ടർ വന്ന് എല്ലാം ഇനി സിസ്റ്റമൈസ്ഡ് ആവും. അങ്ങനെയൊന്നല്ല, ന്യൂ ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കമ്പ്യൂട്ടർ. അത് അതിന് ശേഷം ആൾക്കാർ കമ്പ്യൂട്ടർ പഠിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ AI ഒരു ന്യൂ ജനറേഷനാണ്. ഒരു എന്താ പറയുക വലിയ, അതായത് ലോകത്തിനെ മാറ്റി മറിക്കാൻ പറ്റുന്ന ഒരു ഇൻവെൻഷനാണ് AI എന്ന് പറയുന്നത്. അപ്പൊ അത് ആൾക്കാർ ഇനി കൂടുതൽ പഠിക്കും. AI എന്ന് പറയുന്ന ഒരു വലിയ സ്ട്രീം തന്നെ വന്ന്, അപ്പൊ ഇനി AI തന്നെ ഇനി ഹൺഡ്രഡ്സ് ഓഫ് എന്താ പറയാ സെഗ്മെന്റ്സ് വന്ന് AI തന്നെ പലതും എല്ലാത്തിലും, ഈവൻ വെഹിക്കിൾസിൽ വരെ AI ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അത് ഒരു ന്യൂ ഫ്യൂച്ചറാണ്. അപ്പൊ അതിന്റെ ഒരു എന്താ പറയാ ഞാനത് ആലോചിക്കുക എല്ലാ സാധനത്തിനും നല്ലതും ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ടാവും. നമ്മൾ അഡ്വാൻറ്റേജിനെ ചൂസ് ചെയ്യുക, ഡിസഡ്വാൻറ്റേജ് മാക്സിമം കുറയ്ക്കാൻ നോക്കാം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ആവട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആവട്ടെ, സോഷ്യൽ മീഡിയക്ക് ഇപ്പോൾ നമ്മൾ ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്. അല്ലെങ്കിൽ ഫോൺ, ഇപ്പോൾ ഐഫോൺ ഇറക്കിയ നമ്മൾ ഐഫോണിൻ്റെ സിഇഒയുടെ പേര് ടിം കുക്ക് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു തവണ ഫോൺ നോക്കുന്ന സമയത്ത് എൻ്റെ സ്ക്രീൻ ടൈം ഭയങ്കര കൂടുതലായതുകൊണ്ട് അപ്പോൾ ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അപ്പോൾ ടിം കുക്ക് പറയുന്നുണ്ട്, അപ്പോൾ ടിം കുക്കിനോട് അവതാരക ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറയുന്ന ഫോൺ ഉപയോഗിക്കരുത് എന്നാണോ പറയുന്നത്? ഞാൻ ഫോണ് കൊണ്ടുവന്നത് ഒരിക്കലും ഈ പറഞ്ഞ നിങ്ങളെ ടൈം ഫോണിൽ ചിലവാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളെ കാര്യങ്ങൾ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ കൊണ്ടുവന്നത്. അപ്പോൾ നിങ്ങൾ ഫോൺ ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക, പക്ഷെ അത് മാത്രമായിപ്പോരുത് റിയാലിറ്റി. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് ടെക്നോളജി അല്ലോ. അത് ഒരു കോട്ട് ഉണ്ടായിരുന്നു, ഒരു സർക്കാസ്റ്റിക് കോട്ടാണ്, ഇന്റർനെറ്റ് വാസ് ഇൻവെന്റഡ് ടു സേവ് ടൈം ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പൊ അതല്ലല്ലോ, സേവ് ടൈം അല്ലല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മള് ആൾക്കാര് സമയം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നത്. അതാ പറഞ്ഞേ, അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയാം, ഇന്റർനെറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പോൾ പല സ്ഥലത്ത് ഇപ്പോൾ ആളുകൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ US ഇവിടെ ഞാൻ ഇന്റർനെറ്റ് ഇപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഗേറ്റ്സ് അല്ലായിരുന്നു. ബിൽഗേറ്റ്സ് ഇതേപോലെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിനെ പറ്റിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആളുകൾ ചിരിക്കും. അപ്പോൾ ഇൻ്റർനെറ്റിൽ എന്താ ചെയ്യാൻ പറ്റുമ്പോൾ കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് കമ്പൈൻ ചെയ്തിട്ടാണ്. അപ്പോൾ ഇൻ്റർനെറ്റിൽ എന്താ ചെയ്യാൻ പറ്റുക പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് ഫുട്ബോൾ കാണാൻ പറ്റും, റഗ്ബി അത് കാണാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ അവതാരകൻ ചിരിക്കും, എനിക്ക് അതിപ്പോൾ റേഡിയോ ഓണാക്കിയാൽ പോരെ, എനിക്കത് റേഡിയോ സ്മെല്ല് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ബിൽഗേറ്റ്സ് പറയും, ഒരു പ്രശ്നമുണ്ട്, റേഡിയോയിൽ നിങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും ആ ഫുട്ബോൾ കാണാൻ പറ്റും. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് 1996 അങ്ങനെ ആ സമയത്തിട്ടാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മ വരാൻ കാരണം 96 എനിക്ക് ഓർമ്മ വരാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ജനിച്ചിട്ടില്ല ആ ഇന്റർവ്യൂ. അപ്പോൾ ഇപ്പോൾ അത് എനിക്ക് കാണാൻ പറ്റിയെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാധനം പല കാര്യങ്ങളും ഇപ്പോൾ ഡോക്യുമെന്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഇന്റർനെറ്റ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഇന്റർനെറ്റിന്റെ ആ യൂട്ടിലൈസേഷൻ അന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് വളർന്നപ്പോൾ ഇപ്പം കണ്ടില്ല. ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ആദ്യം 2G നെറ്റ്വർക്ക് ഉപയോഗിച്ചതാണ്. 2G അല്ല, എൻ്റെ ഒരു എഡ്ജ് GPRS ഒക്കെ കണ്ട ആൾക്കാരാണ് നമ്മൾ. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ വളരെ ന്യൂ ജനറേഷൻ ചിലപ്പോൾ GPRSും എഡ്ജും കണ്ടുണ്ടാവില്ല. 2G 3G 4G 5G ഇതാണ് ഇവരെ ഒരു ഇതിലുള്ളത്. ഇപ്പോൾ എഡ്ജിലും അല്ലെങ്കിൽ GPRSലൊക്കെ നമ്മൾ നെറ്റിൽ ഗൂഗിളിലും മറ്റു ചെറിയ ഫോണിൽ നമ്മൾ കണ്ട ആൾക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പം, പക്ഷെ നമുക്ക് GPRSലോ 2Gയിലൊക്കെ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എഡ്ജിലേക്കൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 3Gയിൽ ഉപയോഗിച്ചിട്ട് തന്നെ 4G ഉപയോഗിച്ചിട്ട് തന്നെ 5G ഉപയോഗിച്ചിട്ട് 4G ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് നീങ്ങാത്ത. അപ്പോൾ ടെക്നോളജിക്കലി ഡെവലപ്മെന്റ് വരുമ്പോൾ ബെനിഫിറ്റ്സ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ അത് നമ്മളെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്ന അതുപോലെ ഉണ്ടാവും. അത് നല്ലതാണോ മോശമാണോ എന്നുള്ളത് നമ്മളെ എങ്ങനെയാണോ നമ്മളെ കയ്യിലാണ് ബാക്കി കാര്യങ്ങൾ. എന്താ പറയാ, ഇൻവെന്റ് ചെയ്യാനുള്ള ആൾക്കാർ ഇതൊക്കെ ഇൻവെന്റ് ചെയ്തിടും,
അതായത് ഒരു പൈസ ഉണ്ടാക്കും, ഒരു ഇതിലൊന്നും അത്ര അഡിക്റ്റഡും ആയിരിക്കില്ല. അപ്പോൾ ഈ ബിൽഗേറ്റ്സിന്റെ ടിം കുക്കിന്റെ ഒക്കെ പറഞ്ഞ പോലെ ചില ആൾക്കാർ ഫോൺ വരെ യൂസ് ചെയ്ത ആൾക്കാരുണ്ട്. ഇപ്പൊ ഫഹദ് ഫാസിലിന്റെ ഫോൺ വേൾഡിലെ കുറെ ആൾക്കാർ ചർച്ച ചെയ്ത സാധനമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാത്ത ആൾക്കാർ പൈസ ഉണ്ടാക്കി കൊണ്ടിരിക്കും, നമ്മളെ പോലെയുള്ള ആൾക്കാർ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ട് ടൈം കളഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതാ പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന എങ്ങനെയാണോ എന്നുള്ള അത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ലൈഫിൽ വലിയൊരു കൺട്രോള് ഈ പറഞ്ഞ AI ഉണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമ്മളതിൽ ഓവർ അവെയർ അല്ലാത്തുണ്ട്. ഇപ്പോൾ ഒരു സാധനത്തെ പറ്റി നമ്മൾ കൂടുതലായിട്ട് ആലോചിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മളറിയാം. നമ്മളെങ്ങനെ ചിന്തിക്കണം എന്ന് ഇപ്പോൾ തീരുമാനിക്കുന്ന AI ആണല്ലോ. നമുക്ക് നമ്മളെ ചിന്തയിൽ AI വർക്ക് ചെയ്യിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ AIന്റെ ചിന്തയിൽ നമ്മൾ റൺ ചെയ്യാണ്. കാരണം ഒന്നാമത് നമ്മളെല്ലാ ഇപ്പോൾ ഞാനൊരു ChatGPT പോലത്തെ ഒരു ബോട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി എൻ്റെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ ChatGPT ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ഒരു ഓഫീസിലേക്ക് ഒരു മെയിൽ ഡ്രാഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രൊഫഷണൽ ChatGPTക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതല്ല എൻ്റെ ഫേസ് ഞാൻ ഇട്ട് കൊടുക്കണം, എനിക്ക് ഫോട്ടോസ് ഇന്ന ഫോട്ടോസ് വേണം, എൻ്റെ ഫോട്ടോ ഇങ്ങനെ ആക്കണം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലിൻ്റെ ഫോട്ടോ ഇടുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് മരിച്ചു പോയിട്ടുണ്ട് എന്നിട്ട് ഞാനെടുത്തിട്ടാണ് എൻ്റെ ഫ്രണ്ടിനെ ഈ ഫോട്ടോയിൽ വരുത്തണം എന്ന് പറഞ്ഞാൽ ChatGPTക്ക് അതും കിട്ടിക്കഴിഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ ഡാറ്റാസ് ഫുൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവർക്കറിയാം ഞാൻ എന്ത് ചിന്തിക്കണം, ഞാൻ എനിക്ക് എൻ്റെ ഇൻട്രസ്റ്റ് എന്തായിരിക്കും എന്നുള്ളത് ഓൾറെഡി അങ്ങനെയുള്ള യൂസേഴ്സിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ തരും, നീ എന്താണോ ഇനി ചിന്തിക്കേണ്ടത്, നിൻ്റെ ഇമോഷൻ എന്താ. അപ്പോൾ അതാണ് നമ്മൾ ചില സമയത്ത് നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ റീൽസ് വരും, ഡിപ്രസ്ഡ് ആയിട്ടുള്ള റീൽസ് വരും. ഇനി ഹാപ്പി ആണെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ഡിപ്രസ്ഡ് ഹാപ്പി എന്നുള്ളതൊക്കെ ഉപരി എന്താണോ ഇവന്റ്, ആ ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ള റീൽസ് വരെ നമ്മളെ ഫോണിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി സെർച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത്, നമ്മൾ വിചാരിക്കും ജസ്റ്റ് നമ്മളൊരു ഫോട്ടോ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു ലേഡി ഇതേപോലെ ഫോട്ടോ ഇട്ട് ആ ലേഡീൻ്റെ വേറൊരു ഫോട്ടോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടതാണ്. അപ്പോൾ ആ ലേഡീൻ്റെ കൈൻ്റെ അവിടെ ഒരു മറുകുണ്ട്, പക്ഷെ ഇട്ട ഫോട്ടോയിൽ ആ മറുകില്ല. പക്ഷെ പ്രോംപ്റ്റ് വന്നാൽ അങ്ങനെ എന്തോ ആണ്. പക്ഷെ പ്രോംപ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ ആ പെണ്ണിൻ്റെ കയ്യിലൊരു മറുക് കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നമ്മളിടുന്ന എല്ലാ ഫോട്ടോസും കൂടെ ആ ഡാറ്റാസിൽ ഉണ്ടാവും. അപ്പോൾ അതിന്നും നമ്മളെ ബോഡി തന്നെ ഓൾറെഡി നമ്മളെ ഫോട്ടോസൊക്കെ ഉണ്ടാവും, സ്ലീവ്ലെസ് ഇടുന്ന ഫോട്ടോസ് ഉണ്ടാവും, ഷോർട്ട്സ് ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസ് ഒന്നും നമ്മളെ ഫിസിക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് സ്പ്ലിറ്റ് സെക്കൻഡിൽ ജനറേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഡാറ്റാബേസ് ഇവരുടെ കയ്യിലുണ്ട്. പിന്നെ ഇതിലൊന്നും ഇട്ടിട്ടില്ല എന്ന് വെച്ചിട്ട് നമ്മളെ ഫേസോ കാര്യങ്ങളൊന്നും സേഫും അല്ല. ഓൾറെഡി നമ്മൾ ഈ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ പിന്നെ നമ്മളെ കൺട്രോൾ പോയി, നമ്മളെ കയ്യിലല്ല കൺട്രോള്. പല ആൾക്കാരും പറയും ഫോൺ സേഫാണ്, നമ്മൾ ആക്സസ് കൊടുക്കുമ്പോൾ മാത്രം ഒന്നുമല്ല, നമ്മൾ അറിയാതെ നമ്മൾ ആക്സസ് കൊടുക്കുന്നുണ്ട്. കാരണം ചിലത് അലൗ, അതായത് ക്യാമറ ഓപ്പൺ ആവട്ടെ എന്ന് അലൗ എന്ന് ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ അലൗ ഡിക്ലൈൻ കൊടുക്കുന്നത്. പക്ഷെ അതിലല്ല, നമ്മൾ ഒരു ആപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആരും വായിച്ചു നോക്കുന്നില്ല. അത് വായിച്ചു നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം അത് വലുതാക്കുന്നതിന്റെ റീസൺ അതുകൊണ്ട് തന്നെയാണ്. കാരണം പോയിന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ ഒബ്വിയസ് ആയിട്ട് എന്തായാലും ഡിക്ലൈൻ ചെയ്യും. ഇങ്ങനത്തെ ഇത്രയും ഒരു 3-4 പേജിൻ്റെ ഡാറ്റാസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ആൾക്കാർ ഒരിക്കലും എടുത്ത് നോക്കില്ല. അപ്പോൾ ഞാൻ ഡിസൈനറാണ്. അപ്പോൾ ഞാൻ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ നമ്മളെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ പ്രോഡക്ട്സിൻ്റെ ഒക്കെ യൂസർ മാനുവൽ നമ്മൾ ഡിസൈൻ ചെയ്യലുണ്ട്. അപ്പോൾ യൂസർ മാനുവലിലൊക്കെ അത്രയും കണ്ടൻസ് നമ്മൾ ടൈപ്പ് ചെയ്ത് ഭയങ്കര ഒരു എക്സോസ്റ്റിംഗ് ജോബാണ്. ഈ ഡിസൈനിങ് പാർട്ടിൽ ഏറ്റവും ഒരു വൃത്തികെട്ട ജോബ് എന്ന് പറയുന്ന സാധനം ഈ യൂസർ മാനുവൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ ഒരിക്കലും വായിച്ചു നോക്കില്ല. ഇത് ആൾക്കാർ വായിച്ച് നോക്കാത്ത ഒരു സാധനമാണ് നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നത്. നമ്മൾ അത്ര അവെയറും ആയിരിക്കണം, എന്നാൽ വായിച്ചു നോക്കുന്ന ആൾക്കാർക്ക് തെറ്റ് കാണാനും പറ്റില്ല എന്ന് പറഞ്ഞ രീതിയിൽ അത്രയും അത് ആക്യുറസിയിൽ അല്ലെങ്കിൽ അത്രയും മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ ചെയ്യേണ്ട കാര്യമാണ്. നീ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ ചെവിയിൽ ഇയർ ബഡ്സ് ഉപയോഗിക്കാം. ഇയർ ബഡ്സ് പൊതുവെ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ആദ്യത്ത് പോയാലും ഇയർ ബഡ്സ് ഉപയോഗിക്കുന്ന പ്രോപ്പറായിട്ടുള്ള വേ ഓഫ് ക്ലീനിങ് ചെവിയല്ല. കാരണം ഇയർ ബഡ്സ് ഇടുമ്പോൾ ആ വാക്സൊക്കെ ഉള്ളോട്ട് അടയാം. അപ്പോൾ ഇയർ ബഡ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിൽ നോക്കാം. നമ്മളിതുവരെ ആരും ശ്രദ്ധിക്കില്ല, അതിൻ്റെ താഴെ തന്നെ വളരെ ചെറുതാക്കിയിട്ട്. എന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ ഇത് കാണരുത്, അതാണ് അവരുടെ ഉദ്ദേശം. അതിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ടാവും ഡോണ്ട് ഇൻസേർട്ട് ഇൻ ടു ദ ഇയർ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇയറിൻ്റെ ഔട്ടർ ഏരിയ ക്ലീൻ ചെയ്യാനുള്ളതാണ്. നമുക്ക് ശീലമായതുകൊണ്ടാണ് ചില ആളുകൾ ഇപ്പോൾ ഞാൻ പറയും ഇയർ ബഡ്സ് ഇട്ട് ഞാൻ ചൊറിച്ചിൽ വരുന്ന പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ശീലമായി. അപ്പോൾ അത് നമ്മൾ ചെയ്തില്ല. ഇപ്പം ഞാൻ പറയുന്നത് ശരിക്കും വളരെ മൈന്യൂട്ട് ഇതിൽ എഴുതി വെക്കുന്നതുകൊണ്ടാണ് വെച്ചാൽ നമ്മൾ അത് വായിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതാണല്ലോ ഈ ബെറ്റിംഗ് ഗെയിംസ്, ബെറ്റിംഗ് ആപ്പിലൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞിട്ട് വളരെ മൈന്യൂട്ടായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ഹോട്ടലിലൊക്കെ പോയാലും മെനുവിന്റെ താഴത്തുണ്ടാവും ഈ ഫോട്ടോസ് ഒക്കെ ജസ്റ്റ് ഇല്ലസ്ട്രേഷൻ പർപ്പസ് ഓൺലി എന്ന് പറഞ്ഞിട്ട്. അത് അങ്ങനെ ഏതാണ് നിർബന്ധമാണ്, നിർബന്ധം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ പൈസ കാണരുത്. അത് എനിക്ക് തോന്നുന്നത് ജപ്പാൻ ഓർ ചൈന, ഏതാ കറക്റ്റ് എനിക്കറിയില്ല, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ നീ എന്താണോ ആഡ് കൊടുക്കുന്നത്
ആ വലുപ്പം തന്നെ ആ പ്രൊഡക്റ്റ് അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ജപ്പാനാണെന്ന് തോന്നുന്നത്. അപ്പൊ നീ ഇപ്പൊ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ആ ബിസ്ക്കറ്റ് ഫോട്ടോയിലുള്ള വെച്ച് കഴിഞ്ഞാൽ സെയിം വലുപ്പമാണ്. അതെ, ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഭയങ്കര അമേസ്ഡ്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം കാണുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ ഒരു രീതിയിൽ നല്ലതാണ്, കാരണം ആളുകളെ ചൂഷണം ചെയ്യുന്നത് കുറെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിന് കൂടുതൽ എമൗണ്ട് ഓഫ് പൈസ വരെയായിരിക്കും. അതൊക്കെ അല്ലെങ്കിൽ പൊതുവെ ആൾക്കാർ പറയുന്ന ജപ്പാനും ചൈനയൊക്കെ എന്താ പറയാ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന രാജ്യ, ശരിക്കും അവരാണ് കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ജപ്പാനും ചൈനയൊക്കെയാണ്. ബാക്കിയുള്ളതൊക്കെ എത്രയോ സെഞ്ചുറീസ് ബിഹൈൻഡ്. ഇപ്പൊ ഇന്ത്യൻ്റെ ഒന്നും കേസ് ഞാൻ പറയുന്നില്ല, ഞാൻ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള UK അല്ലെങ്കിൽ അങ്ങനത്തെ കൺട്രീസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരും സ്റ്റിൽ ബാക്കിലാണ്. കറക്റ്റ് ഒരു കാലഘട്ടത്തിനനുസരിച്ച് നീങ്ങുന്ന ചൈന ജപ്പാനൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ജപ്പാന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ 2 ആറ്റോമിക് ബോംബ് ലോകത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ അവസാനമായിട്ട് ഇട്ടൊരു സ്ഥലം, അവസാനമായിട്ട് ഇനി ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ വിശ്വാസത്തിൽ ഇനി അങ്ങനെ ഒരു ആറ്റം ബോംബൊന്നും ഒരിക്കലും ഇവിടെ ഇടൂല, ഉറപ്പാണ്. അപ്പോൾ ആറ്റം ബോംബ് ഇട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കി. അപ്പോൾ അതിനുശേഷം കുറേ ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ ഫിനാൻഷ്യൽ സാധനങ്ങൾ പറയുന്ന ആളുകളുണ്ടാവില്ല, പേര് പറഞ്ഞത്, അനലിസ്റ്റ്, അവരൊക്കെ അവരെന്താ വെച്ച് കഴിഞ്ഞാൽ ജപ്പാനൊന്നും ഒരിക്കലും കര കയറൂല, കാരണം അത്രയും വലിയൊരു നാശമാണ് ജപ്പാൻ ഉണ്ടായിരുന്നത്, ഇവിടെ എത്തൂല. ഇപ്പൊ നമ്മൾ നീ ഇങ്ങനെ പറഞ്ഞു, ഇപ്പോൾ വേൾഡിന്റെ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വാട്ട് ഈസ് ഇന്നോവേഷൻ. എനിക്ക് തോന്നണേ അവിടെ ചില ഏരിയകളൊക്കെ ഫുള്ളും സോളാർ വിൻഡൊക്കെ മാത്രം വെച്ചിട്ടാണ് അവർ എനർജി ക്രിയേറ്റ് ചെയ്യണേ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറയാം യൂട്ടിലൈസ് ചെയ്യണത്, ഞാനൊരു ചെറിയ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വെച്ച് നമുക്ക് അതിൽ ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേക്കറി ഉടമ അതേപോലെ ChatGPT യൂസ് ചെയ്തിട്ട് എത്ര ബ്രെഡ്, കാലാവസ്ഥ, അതേപോലെ തന്നെ റെയിൻ, ടെമ്പറേച്ചറൊക്കെ വെച്ചിട്ട് ChatGPT പറഞ്ഞു കൊടുത്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ബ്രെഡ് ഇന്ന് പ്രിപ്പയർ ചെയ്യണം. ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് 20 to 30% ഓഫ് ബ്രെഡ് വേസ്റ്റ് വഴി കുറയ്ക്കാൻ പറ്റിയെന്ന് പറഞ്ഞു ഈ ഒരു സാധനം കൊണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളെ ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു മണിപ്പാൽ എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഹെൽത്തിൻ്റെ ഒരു, അപ്പോൾ അവരുടെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട് മെഡിസിൻ്റെ. അപ്പോൾ അതിൽ മെഡിസിൻ്റെ നെയിം അല്ലെങ്കിൽ അതിൻ്റെ യൂസ് അല്ലെങ്കിൽ അത് വെച്ചിട്ട് പ്രോപ്പറായിട്ട് അവർ AI യൂസ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ പ്രോപ്പർ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് എത്ര ബെറ്ററായി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ AI ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, നല്ല ആളുകൾ മീൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് ബെനിഫിഷ്യൽ തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു വി ഹാവ് ടു കീപ്പ് എ സ്റ്റാർട്ട്. അതിൻ്റെ പുറത്തു പോകുമ്പോഴാണ് എപ്പോഴും അതേപോലെയാണ് അമൃതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഔഷധമായിട്ടുള്ള സാധനം. അപ്പൊ അമൃതം വരെ ഒരു ലിമിറ്റിൽ കൂടുതലായി അതേപോലെ തന്നെയാണ് എല്ലാ സാധനങ്ങളും. AI ഒക്കെ ആണെങ്കിലും ഒരു പരിധിയിൽ കൂടുമ്പോൾ AI ഒക്കെ ഒരു ബുദ്ധിമുട്ടാണ്.